26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ചിപ്പുകളുടെ നിർമ്മാണത്തിനായി വേണ്ട രീതിയിലുള്ള ചിപ്പുകൾ നിർമ്മിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു കുറവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡുകളും അതോടൊപ്പം റാമും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ഈ കാരണത്താൽ തന്നെ വില കുതിക്കുകയാണ്. 20,000 മുതൽ 30,000 രൂപ വരെ കിട്ടുന്ന പല മോഡലുകളും ഇപ്പോൾ 40,000, 50,000, 60,000 കടന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ വാങ്ങാൻ സാധാരണക്കാരൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നോർമലി അത്യാവശ്യം സെയിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ആ ഒരു ചിപ്സെറ്റിൻ്റെ ഒരു ഇത് വന്നതിന് ശേഷം ഫുള്ള് ഇതാണ്, സെയിലും ഇല്ല, കസ്റ്റമറും ഇല്ല. ഇപ്പം വരുന്ന കസ്റ്റമർ ആയാലും നോർമലി വന്നുകൊണ്ടിരുന്ന കസ്റ്റമർ ഇപ്പോൾ വന്നിട്ട് ഇപ്പം ടോട്ടലി റേറ്റ് കൂടുതലെന്ന് അറിയുമ്പോൾ അവർക്ക് തന്നെ നമ്മൾ ഒരു ഷോപ്പിൻ്റെതായിട്ടാണ് അവർ വിചാരം. പക്ഷേ നോർമലി ഇപ്പോൾ വരുന്നുണ്ട്. വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാ ഷോപ്പിലും ഇത് റേറ്റിൻ്റെ ഇതായതുകൊണ്ട് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങി. പക്ഷേ അല്ലെങ്കിലും ഇപ്പോൾ നോർമലി റേറ്റ് കൂടുതലാണ് എല്ലാത്തിൻ്റെ കാര്യം. അതുപോലെ നേരത്തെ ഒരു സ്റ്റാർട്ടിങ് മോഡൽ ഒരു 5 രൂപ 8 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫോൺസ് ഇപ്പം ഒരു 12 ആ റേറ്റിന് പോയാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ളൂ ഫോൺസിന്. അതിപ്പോൾ 4G ആയാലും 5G ആയിരുന്നാലും ഇപ്പോൾ നേരത്തെ ഒരു 12 രൂപയ്ക്ക് 5G കിട്ടിക്കൊണ്ടിരുന്ന ഫോൺസ് ഇപ്പോൾ 16 രൂപ ആയിരുന്നാലും 5G കിട്ടാനില്ല. ആ ഒരു ഇതിലാണ് ഇപ്പം പോകുന്നത്. പ്രീമിയം ഫോൺസിൻ്റെ കാര്യത്തിലായാലും അത് തന്നെ കേട്ടോ. നേരത്തെ ഒരു 30 രൂപ കിട്ടുന്ന സാധനം ഇപ്പം ഒരു 60 രൂപ ആ റേഞ്ചിലോട്ടൊക്കെ പോയി. അതിപ്പോൾ ഏത് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ബ്രാൻഡായിട്ടല്ല എല്ലാ ഇതിൻ്റെ ഇതിലും നോർമലി ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ഒരു പ്രീമിയം മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കുറഞ്ഞത് ഒരു 60,000 രൂപ കയ്യിൽ വേണം. ആ ഒരു ഇതിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോർമലി. ഫിനാൻസിൽ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ കസ്റ്റമർ വന്നിട്ട് ഒരു 10 രൂപയ്ക്കും അവർക്ക് ഇപ്പോൾ ഒരു 4G ഫോണൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ റെഡി ക്യാഷിന് എടുത്തുകൊണ്ട് നിന്ന് ഇപ്പോൾ അവർക്ക് 4G പോലും 10-13 രൂപയ്ക്ക് 4G കിട്ടത്തുള്ളൂ. 5G ഫോൺ വരുമ്പോഴത്തേക്കും 15-16 രൂപ റേഞ്ച് ആവും സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഫിനാൻസിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു 10 രൂപയ്ക്ക് താഴോട്ട് ഒരു ഫോൺ നോക്കി വരുന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടത്തില്ല. അവരും ഫിനാൻസിലോട്ട് കൺവേർട്ടായി വരും. അപ്പം ഫിനാൻസിൽ ജസ്റ്റ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഷോപ്പിൻ്റെ ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് അതൊരു ഡൗൺ ആണ്. ഇപ്പോഴത്തെ ഒരു സെയിൽ എന്ന് പറയുന്നത് ഫുള്ള് ഡൗൺ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രീമിയം സെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രീമിയം സെറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 50,000 60,000 രൂപയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു 30,000 രൂപയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 60,000 രൂപയിൽ ആ ഒരു സ്പെക്കുള്ള ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീം അവർ കമ്പനിക്കാർ സ്കീം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-15 രൂപയുടെ ഫോണിനായാലും 17 രൂപയുടെ ഫോണിനൊക്കെ 6 മാസം നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ 8 മാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും EMIക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസിയാണ്. പക്ഷേ ആ ഒരു ഫോണിലോട്ട് വരാൻ അവരെ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് നമുക്ക്. കഴിഞ്ഞൊരു 6 മാസത്തിനിടയ്ക്ക് പല ലാപ്ടോപ്പ് ബ്രാൻഡുകൾക്കും ഏതാണ്ട് 50% മുതൽ 200% വരെ വില വർധന ഉണ്ടായിട്ടുണ്ട്. അത് കാരണം സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകളുടെയും അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ലാപ്ടോപ്പുകളുടെയും സെയിൽസ് ഒരല്പം കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് AI മാനുഫാക്ചറിങ് വേണ്ടിയിട്ട് ഇപ്പോൾ 2025 മുതൽ 30 വരെ AIക്ക് വലിയൊരു സ്വാധീനമുള്ള ഒരു സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സ് വൻതോതിൽ സെമി കണ്ടക്ടർ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉള്ളതായിട്ട് പറയുന്നു. ഇപ്പോൾ ഏതൊക്കെ കമ്പോണൻസിനാണ് ഏറ്റവും കൂടുതൽ വില കൂടിയത്? നമുക്ക് റാം, പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന റാം, അതുപോലെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD, പിന്നെ ഗ്രാഫിക്സ് കാർഡ്, പിന്നെ മദർ ബോർഡ്, ഇതിനൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം വില കൂടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.